ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോകാം കേട്ടോ. നമ്മുടെ എറണാകുളത്തെ ചോറ്റാനിക്കര അമ്പലത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വെളുപ്പിനെ ഒരു 7:30 ആയപ്പോഴത്തേക്കും നമ്മൾ പോകാൻ തുടങ്ങി കേട്ടോ. കാശിതേ മടി കിടപ്പണ്ടേ, അവൻ്റെ ഉറക്കം മാറിയിട്ടില്ല കേട്ടോ. നേരത്തെ എണീറ്റതുകൊണ്ട് അവനെ കിടക്കും കേട്ടോ. ഇങ്ങനെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അവൻ ഉറക്കം വരുന്നുണ്ട്, പക്ഷെ അവൻ ഉറങ്ങുന്നില്ല. ആ ഒരു രീതിക്ക് കേട്ടോ കിടക്കുന്നത്. ചിലപ്പോൾ ഉറങ്ങിപ്പോവേ. സാധാരണ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ അങ്ങനെയാണ് കേട്ടോ പതിവ്. നമ്മുടെ ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ടേ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് ഉറക്കം എണീറ്റു കേട്ടോ. അന്നേരം അവന് മാത്രം ഒരപ്പമായിട്ട് മേടിച്ച് കൊടുത്തു കേട്ടോ. പക്ഷേ അതവൻ കഴിച്ചില്ല കേട്ടോ. അരമുറി കഴിച്ചിട്ട് അവിടെ വെച്ചേ. നമ്മളൊന്നും ഫുഡ് കഴിച്ചില്ല കേട്ടോ. ഇനി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുള്ളൂ. അമ്പലം എത്താറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്പലം എത്താറായപ്പോഴത്തേക്കും കാശി ഭയങ്കര ഉഷാറായേ. നമ്മൾ അമ്പലം എത്തിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം കേട്ടോ ഇത്. ഭയങ്കര തിരക്കായിരുന്നു. മലയാള മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ക്യൂ ആയിരുന്നേ തൊഴാനായിട്ട്. ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാട്ടോ വെടി വഴിപാട്. അതാട്ടോ കാശിക്ക് ഏറ്റവും പേടി. വെടി ഇങ്ങനെ പൊട്ടുമ്പോഴത്തേക്കും അവൻ ചെവി പൊത്തിയിരിക്കുവേ. ഭയങ്കര പേടിയാട്ടോ. പിന്നെ നമ്മളെല്ലായിടത്തും തൊഴുതിറങ്ങി കീഴ്ക്കാവിൽ നിന്ന് തൊഴുത് മുകളിലേക്ക് കയറി വന്നപ്പോഴേ കാശി അവിടെ നിന്നൊക്കെ കളിക്കും കേട്ടോ. കുറേ പിള്ളേരുണ്ടായിരുന്നേ കളിക്കാനായിട്ട്. അപ്പോൾ അവരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുവാണേ. അമ്പലത്തിൻ്റെ തന്നെ സൈഡിലുള്ള കടയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനാണ്. നമ്മൾ ഇവിടുന്ന് കേട്ടോ നെറ്റിപ്പട്ടം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചത്. ഈ പ്രാവശ്യം ഞാൻ മേടിച്ചത് കുട്ടി കൃഷ്ണനെ കേട്ടോ. മഞ്ചാടി കൃഷ്ണനെയാണ് മേടിച്ചത്. പിന്നെ കാശിക്കൊരു ടോയ്സൊക്കെ മേടിച്ചു. അതാട്ടോ അവൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി കൃഷ്ണന്മാരൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടാൽ കൊതിയാവേ. നമ്മുടെ വീട്ടിൽ കൃഷ്ണൻ ഉണ്ട് കേട്ടോ. വിഷുവിന് മേടിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് നമ്മളൊന്നും മേടിച്ചില്ല കേട്ടോ. മഞ്ചാടി കൃഷ്ണനെ മാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നല്ലേ. നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര തിരക്കായിരുന്നേ. അതുകൊണ്ട് തന്നെ നമ്മളവിടെ നിന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ വഴിപാടൊക്കെ കഴിച്ച് എല്ലാം കിട്ടി പോകാൻ തുടങ്ങുവാണേ. അപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട്. ചോറാട്ടോ കഴിച്ചത്, പക്ഷേ ഒന്നിനും കൊള്ളില്ലായിരുന്നു കേട്ടോ. വളരെ മോശം ഫുഡായിരുന്നേ. പിന്നെ എങ്ങനെയൊക്കെയോ കഴിച്ചു കേട്ടോ. വിശപ്പായതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ പോയത് കുറച്ച് ചെടി മേടിക്കാനാണേ. നമ്മൾ വരുന്ന വഴിക്ക് ഒരു ചെടിയുടെ കുറച്ച് കണ്ടായിരുന്നു കേട്ടോ. വലിയൊരു നഴ്സറി പോലെ. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ നമുക്കത് മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകുമായിരുന്നേ. അപ്പോൾ പിന്നെ നമ്മൾ ആ നഴ്സറി കയറിയിട്ടുണ്ടായിരുന്നേ. അവിടെ ഒത്തിരി മരങ്ങളും പൂക്കളും കുഞ്ഞു കുഞ്ഞു മരങ്ങളും പിന്നെ ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ ഒത്തിരി പൂക്കളും എല്ലാം ഉണ്ടേ. അപ്പോൾ എവിടെ ചെടി കണ്ടാലും നമ്മളത് മേടിച്ചുകൊണ്ടാട്ടോ പോണത്. അങ്ങനെ റോസ, ചെത്തി അങ്ങനെ കുറച്ച് ചെടികളൊക്കെ മേടിച്ചു കേട്ടോ. ഭയങ്കര ചൂടായിരുന്നേ. അതുകൊണ്ടാട്ടോ കാശി കുട ചൂടി നിൽക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഐസ്ക്രീമുകളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എൻ്റെ മാത്രമല്ല കേട്ടോ, എല്ലാവരെയും കൂടിയാണേ. പിന്നെ അത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താട്ടോ എല്ലാവരെയും കയ്യിൽ നിന്ന് മേടിച്ചിട്ട്. ആദ്യം ഞാനൊരു പിസ്ത ബാറാണ് കഴിച്ചിരുന്നത്. പിന്നെ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ഞാനത് മാറ്റിയിട്ട് മാംഗോ ബാർ കഴിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. മുഖമൊക്കെ കണ്ടില്ലേ, ഭയങ്കര വേർത്ത് ഒലിച്ചിരിക്കുവാണേ. ഇത് വേറൊരു ദിവസം എറണാകുളത്ത് വന്ന വീഡിയോ ആണേ. അപ്പോൾ അവിടെ വലിയൊരു ഡൈനോസർ ഉണ്ട് കേട്ടോ. കാശിക്ക് ഡൈനോസർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഡൈനോസറിൻ്റെ താഴെ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ സൂ ഉണ്ടായിരുന്നേ. അവിടെ മ്ലാവ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാനും ഉണ്ടായിരുന്നേ. ഈ 2 സാധനങ്ങളാട്ടോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കാശി അതിനെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കാശിനെ പൊക്കി കാണിക്കുന്നുണ്ടേ. പിന്നെ കാശി മാനിന് തീറ്റ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സൈഡിൽ നിന്ന് പുല്ലാണ് പറിച്ചു കൊടുക്കുന്നത്. എല്ലാ പിള്ളേരും അങ്ങനെ പുല്ലൊക്കെ പറിച്ച് മാനിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാനത് കഴിക്കുന്നുണ്ടേ. നമ്മുടെ അടുത്തേക്കൊക്കെ വരും കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. ഒത്തിരി മാനുണ്ടായിരുന്നു കേട്ടോ. മ്ലാവിനേക്കഴിഞ്ഞും കൂടുതൽ മാനായിരുന്നേ. പിന്നെ നമ്മളൊരു ഐസ്ക്രീമും പോപ്കോണൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ കോൺ ഐസ്ക്രീം കാശിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അത് നമുക്ക് ഉത്സവത്തിനൊക്കെ പോകുമ്പോഴല്ലേ കൂടുതലും കിട്ടാറ്. അപ്പോൾ കാശി ഉത്സവത്തിന് വരുന്നത് തന്നെ ഇതുപോലത്തെ ഐസ്ക്രീം കഴിക്കാനാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഐസ്ക്രീമും പോപ്കോണും എല്ലാം കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഹിൽ പാലസിലേക്ക് കേട്ടോ പോയത്. ഹിൽ പാലസ് എന്ന് പറഞ്ഞാൽ കൊച്ചി രാജാവിൻ്റെ കൊട്ടാരം കേട്ടോ. അപ്പം അവിടെ നമുക്ക് അങ്ങനെ ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അധികം എടുത്തില്ലേ. ഇതാ കേട്ടോ ഈ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് അത് ഹിൽ പാലസ്. ഹിൽ പാലസിൻ്റെ സൈഡിൽ വന്ന് ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ എറണാകുളത്ത് വരുമ്പോഴത്തേക്കും മിക്കപ്പോഴും ഞങ്ങളിവിടെ വരാറുണ്ടേ. ഭയങ്കര ഇഷ്ടം കേട്ടോ ഇവിടെ വരുന്നത്. കാശിക്ക് ഈ ഡൈനോസറിനെ കാണാനായിട്ട് മാത്രം കേട്ടോ കാശി ഇവിടെ വരുന്നത്. നല്ലൊരു സ്ഥലമാണ് കാണാനായിട്ടും ഇരിക്കാനായിട്ടും. ഒത്തിരി സ്ഥലങ്ങൾ ഇങ്ങനെ നീണ്ട് കിടക്കുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം കേട്ടോ ഇത്. അപ്പോൾ എനിക്കിവിടെ വരുമ്പോഴൊക്കെ സിനിമ ഓർമ്മ വരുവേ. നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് അവിടെ തന്നെ സൈഡിലായിട്ടൊരു പാർക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാശിക്ക് അവിടെ കയറണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ഞങ്ങൾ പാർക്കിലൊക്കെ കാശിനെ കയറ്റിയേ. ഭയങ്കര കളിയായിരുന്നു കേട്ടോ. എപ്പോഴൊന്നും ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് വരാറില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ വീട്ടിൽ പോകാറുള്ളതും. അങ്ങനെ കാശി കളിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോയിട്ടോ. നമുക്ക് എറണാകുളത്ത് നിന്ന് 1.5 മണിക്കൂർ കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബായ്.